പെങ്ങന്മാരെല്ലാരും കൂടി കുഞ്ഞളീനെ ഇങ്ങോട്ട് നാട് കടത്തിയല്ലേ? സാരയില്ലടാവേ, നിന്റെ പെങ്ങളെ കല്യാണം കഴിച്ച് അമേരിക്കയിലേക്ക് പ്ലെയിൻ കയറുമ്പോ എനിക്കും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മളിപ്പോ ആരാ? ട്രംപിനേക്കാൾ വലിയ അമേരിക്കക്കാരനല്ലേ? ഇതേ കണ്ടോ, നല്ല ഒന്നാന്തരം വെളുമ്പൻ ഡ്രൈവർ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ്, അങ്ങനെ നമ്മളിവിടെ ഒരു സംഭവല്ലേ? ജെയിംസ് അച്ഛാ മൊബൈലും തന്നെ, ഇവിടെ എത്തിയ ഉടനെ വിളിക്കണമെന്ന് കൊച്ചപ്പൻ പ്രത്യേകം പറഞ്ഞതാ. ഓ അതിനെന്നാ കൊച്ചപ്പൻ. ദേ കോള് പോണ്ട്, വിളിച്ചോ. ഹലോ, ഇത് ഞാനാ, അനിയൻ കുഞ്ഞാ. ഞാനിങ്ങെത്തി. എത്തിയോടാ മക്കളെ? യാത്രയൊക്കെ സുഖമായിരുന്നേ? ആ, യാത്രയൊക്കെ സുഖമായിരുന്നു. ഇപ്പൊ ജെയിംസ് അച്ഛാന്റെ കാറിലാ, വീട്ടിലോട്ട് പോവാ. പിന്നെ കൊച്ചമ്മയോട് പറഞ്ഞേക്കണേ. ഞാൻ വിളിക്കാം, കൊച്ചമ്മയെ വിളിക്കാം. എടിയേ, ഞാൻ പിന്നെ വിളിക്കാം. ശരി, പിന്നെ വിളി. കൊച്ചപ്പനിപ്പോ എങ്ങനെയാണാ? ബോഡിയൊക്കെ നല്ല ഫിറ്റ് ആയിട്ടാണോ കൊണ്ടു കിടക്കണേ? ഫിറ്റ് ആണോന്നോ? പുള്ളി ദിവസം ചെല്ലുന്നതും കൂടുതൽ ഫിറ്റ് ആയിക്കൊണ്ടിരിക്കുക. അതൊരു ഫിറ്റ്, ഇത് വേറൊരു ഫിറ്റ്. പിന്നെ അനിയും കുഞ്ഞെ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നിർത്തി എന്തെങ്കിലും ഒന്ന് കഴിച്ചേച്ച് പോവാം. നമ്മൾ ചെല്ലുമ്പോഴേക്കും അവള് ചിലപ്പം ഹോസ്പിറ്റലിലേക്ക് പോകും. എനിക്ക് വയ്യ ഇനി എടുത്ത് ചൂടാക്കാനും പിടിക്കാനൊന്നും. ഹലോ, പ്ലീസ് സ്റ്റോപ്പ് എനി കോഫി സ്റ്റോർ. വി ഹാവ് ടു ഡ്രിങ്ക് സംതിങ്. ശരി സർ. ഈ ജെയിംസ് അച്ഛന്റെ കാര്യം എവിടുന്ന് ഒപ്പിക്കണം ഇങ്ങനെ ഓരോന്നിനെ? അല്ലടാ, നിനക്കിപ്പോ യൂത്ത് ഫ്രണ്ട് പരിപാടിയൊന്നും ഇല്ലേ? പണ്ട് നീ ഏതാണ്ട് വാർഡ് കമ്മിറ്റി ചെയർമാനോ ഏതാണ്ടല്ലായിരുന്നോ? ഓ, മാണി സാറ് ലൈന് മാറിയ പിന്നെ ആകെ പ്രശ്നത്തില്ല. പിന്നെ പീസിയുടെ കൂടെ കൂടിയാലൊന്ന് ആലോചിക്കുന്നുണ്ട്. ആ, അങ്ങനെയാണെങ്കിൽ നീ അമേരിക്ക വന്ന് നന്നായി. തിരിച്ചു പോകുമ്പോ ഒരു തോക്കും കൂടെ കരുതിക്കണമെന്നേ ഉള്ളൂ. I'll be in the car. അല്ലടാ, വീട്ടിലെത്തണതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. സത്യത്തിൽ ആ കാര്യത്തിൽ നീ എന്തെങ്കിലും ഒപ്പിച്ചായിരുന്നോ? എന്നെ ഒപ്പിച്ചെന്നാ? അനിയും കുഞ്ഞെ, ഉണ്ടായ കാര്യം പറ. ആ പെണ്ണുമായിട്ട് നിനക്ക് എന്തെങ്കിലും? അയ്യേ, ഞാൻ ആ ഷോർട്ട് ഫിലിമിൽ പൈസ ഇറക്കിയെന്നല്ലാതെ എനിക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, നീ കഴിക്ക്. Gregor, get the box. Come tomorrow, okay? Early. Bye. Okay, bye. ഇങ്ങനെ തരൂ, ഞാൻ എടുക്കാം. വാടാ. ഇതാണ് നമ്മുടെ വീട്. പെട്ടെന്ന് മുട്ടനായതല്ല, 4 വർഷം മുമ്പ് കണ്ടതല്ലേ, അത് കഴിഞ്ഞിട്ടുള്ള വളർച്ചയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. യാത്രയൊക്കെ സുഖമായിരുന്നു. യാത്രയൊക്കെ സുഖമായിരുന്നു ചേച്ചി. നീ കാപ്പി ചായ വല്ലതും കുടിച്ചായിരുന്നു? അതെ, ഇന്നലെ രാത്രി ഞാനൊരെണ്ണം മേടിച്ചു കൊടുത്തായിരുന്നു. ഇനിയിപ്പോ കൊച്ചുവെളുപ്പാൻ കാലത്ത് ചേച്ചിയുടെ കൈ കൊണ്ട് കാപ്പിയോ ചായയോ എന്താന്ന് വെച്ചാൽ ആകാം. പാപ്പി ചായന്റെ കാപ്പിച്ചെടിയൊക്കെ എപ്പോഴും ഉണ്ടോടാ? പിന്നെ എന്നാ ടേസ്റ്റ് അല്ലേ ആ കാപ്പിക്കുരി പൊടിച്ചുണ്ടാക്കുന്ന കാപ്പിക്ക്. എന്നാലും നിന്നോട് അത് കുറച്ച് കൊണ്ടുവരാൻ പറയാത്തത് കഷ്ടമായി പോയി. എന്നാ ആ വിഷമം വേണ്ട, ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. കൊച്ചപ്പൻ തന്നു വിട്ടത്. ആണോ? താങ്ക് യു മോനെ. അല്ല, കുഞ്ഞാങ്ങളൊക്കെ മാത്രമേ കാപ്പിയുള്ളോ? കാപ്പിയോ? നിങ്ങൾക്കോ? നിങ്ങളുടെ ഐറ്റം വേറെ അല്ലേ? ഇവളുടെ വർത്താനം കേട്ടാ തോന്നുന്നു ഞാനിവിടെ 24 hours വെള്ളാടിയാന്ന്. തലേ ദിവസം ഹാങ് ഓവർ ഒന്ന് മാറാൻ വേണ്ടി പിറ്റേ ദിവസം രാവിലെ 2 അടിക്കും എന്ന് കരുതി. എടാ, നിന്റെ പെങ്ങള് ചുമ്മാ പറഞ്ഞ കേട്ടോ, അതൊന്നുമില്ല. പിന്നെ ഒരു പ്രധാന കാര്യം, ഇവിടെ രാവിലെ കട്ടൻ കാപ്പിയും കുടിച്ച് പത്രവും വായിച്ച് ടോയ്ലറ്റിൽ പോവാന്നൊന്നും വിചാരിക്കണ്ട. ഇവിടെ മനോരമയില്ല, ന്യൂയോർക്ക് ടൈംസും ഇല്ല.
വേറെ പത്രം ഒട്ട് ഞാൻ വരുത്താറുമില്ല. അതെ, അക്കാര്യം ഞാൻ നാട്ടിൽ വെച്ചേ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കെട്ട് പത്രവും കൂടെ കരുതിയിട്ടുണ്ട്. ഓഹോ, അപ്പൊ പഴയ പത്രമൊക്കെ കൊണ്ട് കാര്യം നടക്കോ? ഓ, അതിലൊന്നും ഒരു കാര്യമില്ല. എല്ലാ പത്രത്തിലും ഒരേ ന്യൂസാ. ആള് സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന് മാത്രം. എടാ കൊച്ചേ, ആ കൊണ്ടുവന്ന കൂട്ട് കുറച്ച് പത്രം എനിക്ക് തന്നെ കേട്ടോ. പത്രവും വായിച്ചോണ്ട് ടോയ്ലറ്റിൽ പോകുന്ന ഒരു സുഖമൊന്നും വേറെയാണേ. ഈ ആണുങ്ങളുടെ ഒരു കാര്യം. മോനെ, ഞാനൊന്ന് ഉറങ്ങാൻ പോവാന്നേ. ഓക്കെ ചേച്ചി. എനിക്കിന്നൊരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്. അതാ ഇന്ന് ഇത്ര നേരത്തെ. നീ ഒരു കാര്യം ചെയ്യുക, റെസ്റ്റ് എടു. ജെറ്റ്ലാഗ് ഒന്ന് പോട്ടെ. Coming, Dad. എവിടെ ഇത്രയും പോയില്ലേ? ആ, Hi, Uncle. ഓ, വലിയ പെണ്ണായി പോയല്ലോ. ലാസ്റ്റ് ടൈം നാട്ടിൽ നിന്നപ്പോ സദാ എന്റെ കൂടെ മീൻ പിടിക്കാൻ വന്ന കൊച്ചാ. അതിനൊക്കെ ഇവിടെയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. എല്ലാ സൗകര്യമുണ്ട്. ഇവളുടെ സ്കൂളിൽ ഒരു സംഘടനയുണ്ട്. എന്താണ് വെച്ചാൽ പേര്? Anchors Club. ആ, അത് തന്നെ, മീൻപിടുത്തക്കാരുടെ സംഘടന. ഇവളും അതിനകത്ത് മെമ്പറാ. ആണോടി കൊച്ച്? Dad. ഓക്കെ, ശരി എന്നാ. അപ്പൊ വൈകുന്നേരം കാണാം. നീ Okay, sir. വാടി മോളെ. ഗ്രെഗർ, വണ്ടിയെട്. Okay. Bye, Let's go. Uncle. ബൈ. വരുന്നു. ഒന്ന് ഉറങ്ങി വന്നപ്പോ അതാ വരുന്നു. ആരുമില്ലേ? എനിക്ക് തോന്നിയതാണോ? ചേച്ചി, ചേച്ചിയുടെ കാര്യം. എടാ കൊച്ചനെ, നിന്നെ ഫേസ്ബുക്കിലും സ്കൈപ്പിലൊക്കെ കാണുമ്പോ ഭയങ്കര ജിം ബോഡി പോലെയാണല്ലോ തോന്നുന്നേ. ഇപ്പോഴും ജിമ്മാ. ഈ വണ്ണമൊക്കെ മതി. എന്നത്തിനാ ചെറുക്കന്മാര് കാറ്റ് നിറച്ച ബെലും പോലെ ആവുന്നേ. ഞാനും പറഞ്ഞേ, ഇത്രയൊക്കെ മതിയെന്നേ. ഈ തടി കൊണ്ട് തന്നെ നീ ഓരോ കുണ്ടാമണ്ടിയൊക്കെ ഒപ്പിച്ചെടുത്തില്ലേ? ഡൗവേ, ഇനി കേരള പോലീസുകാർ ഞങ്ങളെ അറസ്റ്റ് ചെയ്യോ നിന്നെ സംരക്ഷിച്ചതിന്റെ പേരിൽ? പണ്ട് എന്റെ കൂടെ പഠിച്ചൊരു കൊച്ചേ DYSP ആയതുകൊണ്ട് നീ ഇപ്പൊ രക്ഷപ്പെട്ടു. എടാ സത്യം പറ, നീ എന്തേലും കുഴപ്പം ഒപ്പിച്ചായിരുന്നോ? അല്ല, രണ്ടുപേരും ഇത് ചോദിക്കാനാ രാവിലെ ഇങ്ങോട്ട് പോകുന്നത്. നിന്നെ ചുമ്മാ ഒന്ന് പാടിയതല്ലേടാ.
എന്തായാലും ഞങ്ങളുടെ കുഞ്ഞനിയൻ ഫൈനൽ ഇവിടെ എത്തിയല്ലോ. നീ ഒരു കാര്യം ചെയ്, ഇവിടെ ഒരു കോഴ്സ് ഒക്കെ ചെയ്ത് നല്ലൊരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളെ പോലെ ഒരു നേഴ്സ് പെണ്ണിനെ കെട്ടി ഇവിടെ അങ്ങ് സെറ്റിൽ ആയിക്കോ. നടന്നു തന്നെ കൂടിപ്പോയ 6 മാസം അതിൽ കൂടെ ഞാനിവിടെ കാണത്തില്ല. അതെന്നാ? അതൊക്കെ നമുക്ക് സാവധാനം തീരുമാനിക്കാം. ഇപ്പൊ എല്ലാരും വന്നേ, ഞാൻ കാപ്പി എടുത്ത് വെച്ചേക്കാം. ശരി പാപ്പ. അനിയൻ കുഞ്ഞേ, ഇത് ആൻസി ചേച്ചിക്കുള്ള മീനച്ചാർ, ഇത് ജാൻ ചേച്ചിക്കുള്ള ഇറച്ചി അച്ചാർ. അയ്യോ അപ്പൊ ഞങ്ങൾക്കോ? എല്ലാവർക്കും കൂടെ കൊടുത്തേക്കണേ. ഇതാ ചേച്ചിക്കുള്ള മാങ്ങാച്ചാർ, ഇത് ഗ്രേസി മാമിക്കുള്ളതാ വെളുത്തുള്ളി അച്ചാർ. ആ അതെന്നാടാ? കൊച്ചപ്പൻ തന്നുവിട്ട എണ്ണകളാ, തടവാണല്ലോ അതെ, വേണ്ടെന്ന് പറഞ്ഞിട്ടും തന്നുവിട്ടതാ. എന്തായാലും നന്നായി. എന്റെ ചേച്ചിമാർക്കൊക്കെ വയസ്സായി വരികയല്ലേ. ആണല്ലേ? ഡാഡാ, ഗ്രേസി അമ്മാമ്മ വിളിച്ചായിരുന്നു കേട്ടോ. അമ്മാമ്മയ്ക്ക് ആസ്മ ഇച്ചിരി കൂടുതലാ, അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല. നീ നാളെയോ മറ്റന്നാളോ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ദേ ഈ അച്ചാറൂട് കൊണ്ടുപോ. ആസ്മ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടോ? പിന്നില്ലാതെ. മനസ്സിന്റെ പ്രയാസം മാറണ്ടേ? സണ്ണിച്ചായ മരിച്ചേ പിന്നെ അമ്മാമ്മ ഇച്ചിരി ഡൗണാ. ആ പിന്നെ ആ പയ്യൻ അലനും ഒരു പദം വന്നിട്ടില്ലാന്നേ. ചുമ്മാ ഒരു പണിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമല്ലയോ. അതിന്റെയൊക്കെ ടെൻഷനും മാറ്റാനും കൂടിയാ അവിടെ ഒരു പ്ലേ സ്കൂൾ നടത്തുന്നത്. ചേച്ചി, ചേച്ചിക്കുള്ള കാപ്പിപ്പൊടി നമ്മുടെ സ്വന്തം കാപ്പിക്കൊരു പൊടിച്ചുണ്ടാക്കിയതാ. അത് പറ്റുകയല്ല, ഞങ്ങൾക്ക് എന്നാ കാപ്പ് പൊടിച്ച ഇറങ്ങുകയല്ലേ. അയ്യോ, ഇത് കൊച്ചപ്പൻ കൊടുത്തു വിട്ടതാണേ. അതെന്തായാലും നന്നായി. ആൻസി മാമ പണ്ടേ എത്ര കാപ്പിയാ ഒരു ദിവസം കുടിക്കുന്നേ. ഇതെന്തായാലും കുറെ ഉണ്ടല്ലോ, എല്ലാവർക്കും വീതിച്ചെടുക്കാം. ലീന വന്നു തോന്നുന്നു, ഞാനൊന്ന് നോക്കട്ടെ.